അയ്യപ്പേട്ട, CPM നേതാവിൻ്റെ ഭീഷണി ഒരിക്കൽ കൂടി വരികയാണ്. അതായത് പത്തനംതിട്ടയിലാണ് വില്ലേജ് ഓഫീസർ വിളിച്ചു, കര അടയ്ക്കണമെന്ന് പറഞ്ഞു. അതിഷ്ടപ്പെട്ടില്ല, നിന്റെ കൈയും കാലും അങ്ങ് വെട്ടിക്കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെട്ടിക്കളയും, എന്തായാലും ചീന്തിക്കളയും. ഈ CPM പ്രവർത്തകർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ CPM നേതാക്കൾ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള ഏതോ ഗുണ്ടാ സംഘത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള നിലയിലേക്ക് മാറിപ്പോയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം ഇക്കഴിഞ്ഞ ഇടയ്ക്ക് കൊടിതോരണങ്ങൾ മാറ്റിയപ്പോൾ CPM നേതാവ് അവിടെ ഓഫീസിൽ കയറി ഉദ്യോഗസ്ഥ പിണറായില് അതെ, അത് അങ്ങനെ ഭീഷണിപ്പെടുത്തി. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ നാട്ടിൽ നടക്കേണ്ട കാര്യങ്ങളൊന്നും നടക്കണ്ട, ഉദ്യോഗസ്ഥർക്ക് ഒരു തരത്തിലുള്ള ഇടപെടലുകൾ നടത്തണ്ട, CPMകാരാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം അവർക്ക് കാര്യങ്ങൾ പറയേണ്ടി വരും. അതൊരു നല്ല പ്രവണതയല്ല. ഇപ്പോൾ തന്നെ എന്താ പറയുക, അഴിച്ചുവിട്ട് കണക്കാണ് കാര്യങ്ങൾ. ഇനിയും ഇത് ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ജനപ്രതിനിധികൾ എന്ന് ഈ പറയുന്ന ഇവരും ഉദ്യോഗസ്ഥരും ജനങ്ങളും തമ്മിൽ നേരിട്ട് അടിയുണ്ടാവുന്ന ഒരു സാഹചര്യം വിദൂരമല്ല എന്നാണ് തോന്നുന്നത്. ഇതിനകത്തൊരു വിഷയം എന്ന് വെച്ചാല് ഒരു തുടർഭരണം, അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ 2ാം ടേമാണ്. അപ്പോൾ 2ാം ടേം ആകുമ്പോൾ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഏറ്റവും കീഴ്ഘടകമായിട്ടുള്ള ബ്രാഞ്ചിലെ സെക്രട്ടറിക്ക് വരെ, ഇതിപ്പോൾ ഏരിയ സെക്രട്ടറിയാണ്, ജില്ലാ സെക്രട്ടറി ജില്ലാ ഘടകത്തിൻ്റെ തൊട്ട് താഴെയുള്ള ഘടകമാണ്. അപ്പോൾ ഈ ബ്രാഞ്ച് തലത്തിലുള്ളവർ വരെ ചട്ടമ്പിമാരാണ്. ഈ ബ്രാഞ്ച് തലത്തിലുള്ള ആൾക്കാർ വരെ ഇതിൻ്റെ ഇരട്ടിയാണ് കാണിക്കാറുള്ളത്. അതിനകത്തുള്ളൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്തൊരു നമ്മൾ തമാശയ്ക്ക് പറയും, നമ്മൾ ഭരിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരണം, സഖാക്കൾ അങ്ങനെയാണ്, സഖാക്കളുടെ കാര്യങ്ങൾ ചെയ്തിട്ട് നീ ബാക്കി ചെയ്താൽ മതി എന്ന രീതിയിലാണ്. ഒന്ന്, ഇതിൽ സംഭവിച്ചിരിക്കുന്നത് ഈ വില്ലേജ് ഓഫീസർ ജോർജ് ജോസഫിനെ, അതായത് CPM ഏരിയ കമ്മിറ്റി സെക്രട്ടറി MV സജു നരങ്ങാനം വില്ലേജ് ഓഫീസർ ജോർജ് ജോസഫിനെയാണ് വിളിച്ച് വരട്ടിയത്. അപ്പോൾ ഈ ജോർജ് ജോസഫ് ഒരു കൈക്കൂലിപ്പാവിയാണ് എന്ന ഒരു വർത്തമാനം പുറമെ കേൾക്കുന്നുണ്ട്, അങ്ങനെ കേൾക്കുന്നുണ്ട്. അതെ അതെ, അദ്ദേഹം ഒരു കൈക്കൂലിപ്പാവിയാണ് എന്ന് കേൾക്കുന്നുണ്ട്. അതായത് അദ്ദേഹം അങ്ങാടിക്കൽ വില്ലേജ് ഓഫീസർ ആയിരിക്കവേ 10,000 രൂപ കൈക്കൂലി വാങ്ങിയതിന് പിടിക്കപ്പെട്ടിട്ടുണ്ട്. നാരങ്ങാനത്ത് വന്ന് 15 ദിവസം പിന്നീട് മുമ്പ് 2 പേരുടെ കയ്യിൽ നിന്നായി 20,000 രൂപയും കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. അത് വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ടവർ പുറത്ത് കണ്ടുപിടിക്കേണ്ടതാണ്. അതെ, അപ്പൊ ഈ സഞ്ജുവിനെ ഇവിടെ അദ്ദേഹത്തിന്റെ സഞ്ജു അദ്ദേഹത്തിന്റെ ആ പറയുന്ന ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെ ഒരു സ്ഥലത്തിന്റെ കരമടച്ചില്ല, നിങ്ങൾ കരമടയ്ക്കാൻ വരണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ എവിടെയുണ്ട് എന്നങ്ങോട്ട് ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ പ്രകോപനം, അതായത് ഞാൻ പറഞ്ഞില്ലേ, ഒരു കീഴ്ഘടകത്തിൽ ബ്രാഞ്ച് സെക്രട്ടറിക്ക് വരെ ഇപ്പോൾ കൊമ്പ് കൂടുതലാണ്. കാര്യം ഭരണം തുടങ്ങിയിട്ട് 9ാമത്തെ വർഷമാകുന്നു. അപ്പം നമ്മൾ അവരുടെ ഭാഷയും ഇങ്ങനെയാണ്, നമ്മൾ ഭരിക്കുമ്പോൾ നമുക്ക് നിങ്ങൾ ചെയ്തു തന്നിട്ട് ബാക്കിയുള്ളവർക്ക് ചെയ്തു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു മറ്റൊരു വശം കൂടെയുണ്ട്. അതായത് കാലാകാലങ്ങളിൽ കോൺഗ്രസും CPMും ഭരിക്കുമ്പോൾ സാധാരണ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, CPM അല്ലെങ്കിൽ LDF ഭരിക്കുമ്പോൾ ഉദ്യോഗസ്ഥരെ മന്ത്രിമാരാണ് ഭരിക്കുന്നത്. ഇവിടെ ഉദ്യോഗസ്ഥർ തിരിച്ചു ഭരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ ഭരിക്കുന്നത് KM എബ്രഹാം എന്ന ഉദ്യോഗസ്ഥനാണ്. KM എബ്രഹാം അദ്ദേഹത്തിന്റെ തലച്ചോറാണെന്നാണ് പറയുന്നത്, പിണറായി വിജയന്റെ തലച്ചോറെന്നാണ് പറയുന്നത്. KM എബ്രഹാമിന് മുമ്പ് വേറൊരു ശിവശങ്കരൻ എന്ന് പറഞ്ഞൊരു തലച്ചോറ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതെ, ഈ ശിവശങ്കരൻ ഇപ്പോ ഏതാണെന്ന് അറിയില്ല, പക്ഷെ അദ്ദേഹത്തോട് ഇപ്പോഴും മുഖ്യമന്ത്രിക്ക് ഉണ്ട്. അപ്പം ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ഇടതുപക്ഷം നേരത്തെ ഭരിക്കുമ്പോഴും, അതായത് VS മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് നയനാരുടെ മന്ത്രിസഭാ കാലത്തൊക്കെ നിരവധി അവർക്ക് വിദ്യാഭ്യാസം കുറവായിരിക്കും. ഇപ്പം EK ബിച്ചിബാബ എന്ന് പറഞ്ഞൊരു മന്ത്രി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് വിദ്യാഭ്യാസം കുറവായിരുന്നു. KR ഗൗരിയമ്മ, ഈ ഗൗരിയമ്മ ഏറ്റവും നല്ല ഒരു മന്ത്രിയായിരുന്നു. ഗൗരിയമ്മയെക്കുറിച്ച് സെൻകുമാർ IPS പറയും, ഏറ്റവും നല്ല മന്ത്രിയായിരുന്നു. പിന്നെ G സുധാകരൻ ഏറ്റവും നല്ല മന്ത്രിയായിരുന്നു. അപ്പോൾ നമ്മുടെ അതെ, ഭരണത്തിലെ ഹൈറാർക്കിയിൽ മന്ത്രിയാണ് ഇതിന്റെ ഏറ്റവും തലപ്പത്തുള്ളത്, അല്ലാതെ ഉദ്യോഗസ്ഥനല്ല മന്ത്രിയെ ഭരിക്കേണ്ടത്. അപ്പോൾ പിണറായി വിജയൻ പാർട്ടിക്കകത്ത് ചിലപ്പോൾ സഖാക്കൾ അവിടെ ഇരുന്ന് മുള്ളട എന്ന് പറഞ്ഞാൽ അവന്മാർ മുള്ളുന്നുണ്ട്, ഇവിടുത്തെ സഖാക്കൾ മുള്ളുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ പിണറായി വിജയന് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഭരണാധികാരി എന്ന രീതിയിൽ പിണറായി വിജയൻ തീർത്തും പരാജയമാണെന്ന് മാത്രമേ നമുക്കിതിൽ പറയാനുള്ളൂ.
ഇത് പ്രീത ഇനി വേറൊരു സംഭവം പ്രീതയ്ക്ക് പറയാനുണ്ട് ഇതിൽ. ഈ പിണറായിയിൽ മറ്റേ ഉദ്യോഗസ്ഥരെ അവിടെ ഫ്ലെക്സ് അഴിച്ചു മാറ്റാൻ ഇവരുടെ പരിപാടിക്ക് കോടതി വിധി അനുസരിച്ച് ഫ്ലെക്സ് കെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവിടെ പോയി ചീത്ത വിളിച്ച ഒരു സംഗതിയുണ്ട്. കൂടാതെ നമുക്ക് ഓർത്ത് പറയാൻ വേറെ പോയി നമ്മുടെ ജയരാജന്റെ മണ്ഡലമായ മട്ടന്നൂരിലെ പോലീസിനെ അതൊന്ന് പറഞ്ഞേ, അത് അറിയാം. മട്ടന്നൂരിലെ മട്ടന്നൂരിലെ പോലീസ് ഉദ്യോഗസ്ഥര് അവിടുത്തെ ഒരു ITIയിലെ വിഷയം ഉണ്ടായപ്പോൾ ദേശാഭിമാനിയുടെ പ്രാദേശിക ലേഖൻ പടമെടുക്കാൻ വരുന്ന പ്രാദേശിക ലേഖൻ ഈ ഉദ്യോഗസ്ഥരെ എല്ലാം കൂടെ ഇതിപ്പോ ഞാൻ പറയുന്നത് എത്ര എണ്ണം ഉദാഹരണങ്ങൾ പറയുന്നത് കാരണം ഈ ഒരു 10 വർഷം കൊണ്ട് ഇവർ ചെയ്തു വെച്ചിട്ടുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് ജനങ്ങളെ വെറുപ്പിക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തികളാണ്. ഈ കൈവിട്ടു പോകുന്നു എന്ന് പറയുന്നത് പോലും ചേട്ടൻ പറഞ്ഞല്ലോ, KM എബ്രഹാം തുടങ്ങി ഇങ്ങോട്ടേക്ക് പല ഉദ്യോഗസ്ഥരെയും വേണ്ടാത്തിടത്ത് കയറ്റിവെച്ച പോലെയാണ്. കാരണം എന്താണെന്ന് അറിയാമോ? മുഖ്യമന്ത്രിയുടെ ബിസിനസ്സുകൾ നോക്കാനുള്ള സമയമേ ഉള്ളൂ, ഭരണം നോക്കാൻ സമയമില്ല. ഈ ഭരണം നോക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള എന്താ പറയാ കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന ഉദ്യോഗസ്ഥരെ പോലും ഇത്തരത്തിൽ എടുത്തു വെച്ചിരിക്കുന്നതും. അതെ, പെൻഷൻ പറ്റിപ്പോയ ആളാണ്. അദ്ദേഹത്തിന് എത്ര രൂപ സാലറി കൊടുത്തിട്ടാണ് അദ്ദേഹത്തിനെ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്? ഈ PSC മെമ്പേഴ്സിന്റെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇന്നലെ പ്രീത ചെയ്ത ഒരു സ്റ്റോറിയിൽ ഇവിടുത്തെ മന്ത്രിമാരുടെ ശമ്പളമൊക്കെ വെച്ചിട്ടൊരു സ്റ്റോറി ചെയ്തില്ലായിരുന്നു? എത്രയാണ് മുഖ്യമന്ത്രി? അത് ഓരോ സംസ്ഥാനത്തെയാണ്, ഓരോ സംസ്ഥാനത്തിന്റെ അതാണ്. എന്തായാലും മുഖ്യമന്ത്രിക്ക് അത് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ശമ്പളമോ മറ്റുള്ളതൊക്കെ മാറ്റിവെക്കുക. ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ചേട്ടൻ പറഞ്ഞതുപോലെ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ വമ്പൻ പരാജയമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അദ്ദേഹത്തിന് ഭരിക്കാൻ സമയമില്ല. അദ്ദേഹത്തിന് ആളുകളെ നിലക്ക് നിർത്താനും അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് കൂലിത്തൊഴിലാളികളെ, കൂലി തല്ലുകാരെ ഇറക്കാനും മാത്രമേ അദ്ദേഹത്തിന് പരിചയമുള്ളൂ. കഴിഞ്ഞ ഒരു 5 വർഷം കഴിഞ്ഞതിന് ശേഷം, ഈ 5 വർഷത്തിന് ശേഷം 6ാം വർഷം വീണ്ടും അധികാരത്തിലേക്ക് വീണ്ടും വരുമ്പോൾ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്ന കുറേ പ്രവർത്തനങ്ങളുണ്ട്. അദ്ദേഹം അതൊന്നും ചെയ്തില്ല. പിന്നീട് ഈ ഉദ്യോഗസ്ഥർക്ക് ഈ ഭരണത്തിന്റെ ചുക്കാൻ കൊടുത്തുകൊണ്ട് അദ്ദേഹം അതിൽ നിന്ന് മാറി നിന്ന് സ്വന്തം ബിസിനസ്സുകൾ നിയന്ത്രിക്കുന്ന തിരക്കിലാണ് മുഖ്യമന്ത്രി ഉള്ളത്. മുഖ്യമന്ത്രി പല കാര്യങ്ങളും പഠിച്ച് പറയുന്നത് പോലുമില്ല. അതായത് SFI വളരെ നല്ല സംഘടന, നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ തുടരണം എന്നൊക്കെയാണ് അദ്ദേഹം SFIയുടെ ഒരു മീറ്റിങ്ങിന് പോയിട്ട് പറഞ്ഞത്. എങ്ങനെയാണ് SFI ഇതുപോലെ തന്നെ തുടരണമെന്ന് പറയാനായിട്ട് അദ്ദേഹത്തിന് കഴിയുന്നത്? അപ്പോൾ SFIക്ക് അത്തരത്തിലുള്ള പരിലാളന ലഭിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചേട്ടൻ പറഞ്ഞ പോലെ ബ്രാഞ്ചിലും ഏരിയയിലും ഒക്കെയുള്ള എന്തിന് വെറുതെ ഒരു സിംഗിൾ ഒരു പാർട്ടി മെമ്പർഷിപ്പ് ഉള്ള ഒരാൾക്ക് പോലും ഇത്തരത്തിൽ ധാർഷ്ട്യം കാണിക്കാൻ അവരെ പഠിപ്പിച്ചത് ഈ പറയുന്ന മുഖ്യമന്ത്രിയാണ്. എനിക്ക് ഇടയ്ക്ക് ഒരു കാര്യം പറയാനുണ്ട്. പ്രീത ഇപ്പൊ പറഞ്ഞില്ലേ, അതിൽ ഇദ്ദേഹം നീണ്ട 15 കാലം പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു. പാർട്ടി സെക്രട്ടറി ആയിരുന്ന ശേഷം അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ ഈ പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നത് വേറെ, ഭരണത്തിൽ വരുന്നത് വേറെ. അപ്പോൾ ഈ ഭരണത്തിൽ അദ്ദേഹം ഇപ്പോൾ ഇരിക്കുമ്പോഴും അദ്ദേഹം പാർട്ടി സെക്രട്ടറിയുടെ കുപ്പായം ഇട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അതാണ് പ്രീത ഇപ്പോൾ സംസാരിച്ചു പറഞ്ഞാൽ അദ്ദേഹത്തിന് വേറെ ബിസിനസ് ഒന്നുമല്ല, അടുത്ത ഒരു തവണ കൂടെ തനിക്ക് മുഖ്യമന്ത്രിയാകണം. അതിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന് വേറെ ബിസിനസ്സുകൾ ഇല്ലാന്ന് ആരാണ് ഞാൻ അങ്ങനെ ബിസിനസ് എന്നല്ല പറഞ്ഞത്, ബിസിനസ് ഇല്ല എന്നുമല്ല പറഞ്ഞു. അതായത് ഇപ്പോൾ ഈ കഴിഞ്ഞ ജില്ലാ സമ്മേളനങ്ങൾ, കഴിഞ്ഞ പാർട്ടിയുടെ സമ്മേളനങ്ങളെല്ലാം ചേട്ടൻ പറഞ്ഞില്ലേ, പാർട്ടി സെക്രട്ടറി 15 വർഷം പാർട്ടി സെക്രട്ടറി ആയിരുന്നു. നല്ല കാര്യമാണ്. മാത്രമല്ല മുഖ്യമന്ത്രിയാകുമ്പോൾ അതെ, ഈ പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നത് പാർട്ടി അനുഭാവികളുടെയും പാർട്ടിയുടെയും മാത്രമാണ്. ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്നത് കേരളത്തിന് മൊത്തമാണ്. അത് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിവില്ലാതെ പോയത് എന്തുകൊണ്ടാണ്? അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഇപ്പോഴും പാർട്ടി സെക്രട്ടറിയുടെ കുപ്പായത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് താനൊരു മുഖ്യമന്ത്രിയാണോ എന്ന് പോലും പിണറായി വിജയൻ മറന്നു പോകുന്നു. താനൊരു മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് അദ്ദേഹം ഓർക്കുന്നത് 25 വണ്ടി പോലീസിന്റെയും അല്ലാതെയുള്ള അകമ്പടിയോടെയും അദ്ദേഹത്തിന്റെ ക്ലിഫ് ഹൗസിൽ നിന്ന് അദ്ദേഹം ഇറങ്ങി പോകുമ്പോഴാണ് അദ്ദേഹം താനൊരു മുഖ്യമന്ത്രിയാണെന്ന് അറിയുന്നത്. അതുവരെ അദ്ദേഹം പാർട്ടി സെക്രട്ടറിയാണ്. ശരി ആവട്ടെ, ഈ പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ ഈ പറയുന്ന രീതിയിൽ ഭരണത്തെ നിയന്ത്രിക്കാൻ ഇപ്പോൾ KM എബ്രഹാം, നേരത്തെ ശിവശങ്കരൻ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പിന്നെ നമ്മുടെ ധനകാര്യമന്ത്രി ബാലഗോപാലിന്റെ വാക്കുകൾക്ക് പോലും പിണറായി വിജയൻ വില കൊടുക്കുന്നില്ല. KM എബ്രഹാം, പ്രീത, നമുക്കൊക്കെ പേഴ്സണലി അറിയാം ഈ KM എബ്രഹാമിനെ. KM എബ്രഹാം സാധാരണക്കാരന് കിട്ടേണ്ട
ഒരു ഫയല് KM എബ്രഹാം പെട്ടെന്ന് ഒപ്പിടില്ല. അതിന് എത്രത്തോളം വെച്ച് താമസിപ്പിക്കാമോ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് KM എബ്രഹാം. ഞാൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്തിട്ടുള്ളതാണ്. KM എബ്രഹാമിനെ കൊണ്ട് നിരവധി പത്രസ്ഥാപനങ്ങൾക്ക് തലവേദന മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഈ KM എബ്രഹാമാണ് അദ്ദേഹത്തിനെ ഇപ്പോൾ പിന്നെ നമ്മൾ വിഷയം മാറി പോകുന്നില്ല, ഇത്തരത്തിൽ നിയന്ത്രിക്കാൻ, ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ പരാജയപ്പെടുന്ന മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മറ്റ് മന്ത്രിമാർ എന്ന് പറയുമ്പോൾ രണ്ടാമതൊരു ടേമൂടെ വരുമ്പോൾ, അതായത് ഒരു തുടർഭരണം എന്ന് പറയുമ്പോൾ ഉള്ള വിഷയം എന്നറിയോ, എല്ലാം പഴയ പോലെ തന്നെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഉദ്യോഗസ്ഥർക്കാരെ പേടിയുണ്ടാവില്ല. ഈ ഇടതുപക്ഷ ഭരണത്തിൽ വരുമ്പോൾ ഏറ്റവും വലിയൊരു വിഷയം എന്ന് വെച്ചാൽ ഇവരുടെ സഖാക്കൾ ശരിക്കും കഴിഞ്ഞ നായനാർ ഭരണം, PS ഭരണം, അങ്ങനെ ഇതിനു മുമ്പുള്ള ഇടതു ഭരണങ്ങളിലൊക്കെ ഈ ഒരു മിഷണറിയാണ്. ഇവർക്കാണ് ഏറ്റവും നല്ല ഉദ്യോഗസ്ഥർ ജോലി ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥർ നോക്കുമ്പോൾ ഈ ഭരണചക്രം ഉരുണ്ടുകൊണ്ടിരിക്കില്ലേ, നമ്മൾ പഴയതുപോലെ അങ്ങ് പോയാൽ മതി. മറ്റത് കോൺഗ്രസ് മാറുന്നു, പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ വരുന്നു, പിന്നെ കോൺഗ്രസ്. അപ്പം ഇതങ്ങനെയല്ല, ഇത് ഒരേ ചക്രത്തിലാണ് ഓടുന്നത്. അപ്പോൾ അഹങ്കാരം കാണിച്ചവൻ പിന്നെ അഹങ്കാരം കാണിക്കും. അപ്പോൾ പാർട്ടി ഭരണം, തുടർഭരണം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ലോട്ടറി അടിച്ചതാണ് ഈ തുടർഭരണം എന്ന് പറയുമ്പോൾ. അപ്പോൾ ഏറ്റവും കീഴ്ഘടകത്തിൽ PR ഏജൻസിയുടെ മിടുക്കാണ്. ഇത് നമ്മൾ ഈ പറയുന്ന PR, അത് ഇപ്പോഴും PRന്റെ കയ്യിലാണ്. ഇപ്പോൾ അടുത്ത ഈ വരുന്ന 10 മാസം മറ്റു കാര്യങ്ങൾ, അതായത് PR വർക്കുകൾക്കായി റിപ്പോർട്ടർ TVയിലെ MV നികേഷിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് മാധ്യമങ്ങളുടെ ചുമതല. എന്നിട്ട് ദേശാഭിമാനിയിലെ മറ്റൊരു പിരിഞ്ഞുപോയ പത്രം, അതിനൊരു കഴിവാണ്, ഒരു ടാലന്റാണ്. അത് അംഗീകരിക്കണം. രണ്ട്, കേരളത്തിലെ ആൾക്കാർക്കുള്ള ഏറ്റവും വലിയ കുഴപ്പമെന്ന് അറിയോ, ഇന്നലെ നടന്ന കാര്യം ഇന്ന് മറന്നുപോകും. ഇന്നലെ നടന്ന കാര്യം ഇന്ന് മറന്നുപോകും. കാര്യം ഇന്നാണ് വോട്ട് ചെയ്യേണ്ടതെങ്കിൽ ഇന്നലെ വരെ ഇയാൾ ദ്രോഹിച്ചത് മറന്നിട്ട് അയ്യോ ചിഹ്നം എൻ്റെത് അതിലോട്ടും കുത്തി കൊടുക്കും. അപ്പോൾ ഇത്രയും നമുക്ക് പറയാനുള്ളൂ. ഈ പറയുന്ന രീതിയിൽ ഭരണത്തിൽ വന്നതിൻ്റെ ഇത്രാം വർഷമാകുമ്പോൾ കുതിരയ്ക്ക് കൊമ്പ് കൊടുത്ത ഒരവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. ഈ ഉദ്യോഗസ്ഥനെ വിളിച്ച് മട്ടമാക്കി കളയും എന്നൊക്കെ പറയുക, അതിനെ സാധൂകരിച്ചുകൊണ്ട് ഇന്ന് ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ചാനലിലൊക്കെ വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും ഈ പ്രജിത അല്പം മുമ്പ് സംസാരിച്ച പോലെ SFIയുടെ ചട്ടമ്പിത്തരത്തിനെ എന്തുകൊണ്ട് അദ്ദേഹം പൊതിഞ്ഞു പിടിച്ച് സംസാരിച്ചെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഇപ്പോഴും ഒരു പാർട്ടി സെക്രട്ടറിയാണ്. അതുകൊണ്ട് ആ പാർട്ടി സെക്രട്ടറിയുടെ കുപ്പായത്തിൽ നിന്ന് അദ്ദേഹത്തിന് എന്ന് മാറാൻ കഴിയുന്നോ അന്ന് ഈ പറയുന്ന ഇനി എത്ര കാലം കൂടെ നമുക്ക് സഹിച്ച് 10 മാസം കൂടെ സഹിക്കേണ്ടി വരും. 10 മാസം സഹിച്ചാലും ഇനി നമുക്ക് കാത്തിരിക്കേണ്ടി വരും. ഇനിയും ഇതേപോലുള്ള ഏരിയ സെക്രട്ടറിമാരും ബ്രാഞ്ച് സെക്രട്ടറിമാരുടെയൊക്കെ ചട്ടം വിതരം മൂക്ക് ചെത്തിക്കളയുമെന്നൊക്കെ ഇനി ആരുടെ പറയൂ എന്നുള്ളത് ദൈവം തമ്പുരാന് മാത്രമേ അറിയുള്ളൂ.